ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെയായി. അങ്ങനെ ഒരു പുതിയ തുടക്കം. രാവിലെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ഈ സെറ്റാക്കി വെക്കുന്നൊന്നും നോക്കണ്ട, ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനെ പഴയ അവസ്ഥയിൽ തന്നെ കാണേണ്ടി വരും. പണ്ടൊക്കെ എൻ്റെ അമ്മ എന്നോടും എൻ്റെ അനിയത്തിയോടും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളീ നടക്കുന്ന സമയത്ത് പൊടിയും കടലാസൊക്കെ നിലത്ത് തൊഴിച്ചുകൊണ്ടാണോ നടക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് ഞാനും ഇപ്പോൾ ഇവിടെ എൻ്റെ മോളോട് ചോദിക്കുന്നത്. എപ്പോൾ നോക്കിയാലും അടിച്ചു വരുമ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് കടലാസ് കഷ്ണങ്ങളും പൊടിയും ഒക്കെ കിട്ടും. കളറാന്ന് വിചാരിച്ച് മേടിച്ചത്, പക്ഷെ കളറല്ല, ലൈനറാണ്. പെൻ ലൈനർ പേന. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയാൽ ഇന്നിവിടെ പാലക്ക് തോരനായിരുന്നു. ഈ പാലക്ക് പറഞ്ഞ സാധനം ഇവിടെ കുറച്ചായിട്ട് ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. വാങ്ങിയതിന് ശേഷം എപ്പോഴും വാങ്ങുന്നുണ്ട്, പച്ചച്ചീരയില്ലേ നല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട്. കറിവേപ്പില ഇതുപോലൊരു കുപ്പിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസമൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. ഇന്നിവിടെ തോരനും പിന്നെ ഒരു മത്തി ഫ്രൈയും പിന്നെ നല്ല കൂന്തലുണ്ടായിരുന്നു. ആ കൂന്തൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം മുളകൊന്നും ഇട്ടിട്ടില്ല, കാരണം മോൾക്ക് കൂടെ വേണ്ടല്ലേ, അതുകൊണ്ട് അധികം എരിവൊന്നും ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ കൂന്തൽ ക്ലീൻ ചെയ്യാൻ പോയ. സാധാരണ കൂന്തലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഷോപ്പിൽ നിന്ന് കിട്ടാറ്, പക്ഷേ ഇന്നലെ എന്തോ ഓഫറുള്ള സമയത്ത് അവർ ക്ലീൻ ചെയ്ത് തരില്ല. ഓഫർ ഇല്ലെങ്കിലേ ക്ലീൻ ചെയ്യത്തുള്ളൂ. എനിക്കൊന്ന് കൂന്തലിന് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലീൻ ചെയ്യാതെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണക്കൊക്കെ കുപ്പിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കൂന്തലൊക്കെ ക്ലീൻ ചെയ്ത് കൂന്തൽ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി സാധാരണ വെക്കുമ്പോൾ നല്ല റോസ്റ്റാക്കി വെക്കുന്നുണ്ട്. കൂന്തലൊക്കെ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ കൂന്തൽ എന്ന് പറഞ്ഞ സാധനം. അങ്ങനെ ചോറും കറികളൊക്കെ ഇവിടെ റെഡിയായി. ഇനി എല്ലാവരെ കൊണ്ട് കഴിപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷനും രാവിലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബായ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേ.